നമസ്കാരം. റൈസ് ട്വിനിൻ്റെ PSC ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ബയോളജിയിലെ നെർവസ് സിസ്റ്റം എന്ന് പറയുന്ന ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അതിന് മുന്നേ ഒരു സന്തോഷ വാർത്തയുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ ബോർഡ് വാങ്ങിയിട്ടുണ്ട്. നമ്മളിന്ന് അതിലാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കി, എന്താ നെർവസ് സിസ്റ്റം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കോംപ്ലക്സ് നെറ്റ്വർക്ക് ഓഫ് നെർവ്സ് ആൻഡ് സെൽസ് ദാറ്റ് ക്യാരി മെസ്സേജസ് to and from the brain and spinal cord to various parts of body. Okay, nervous system എന്ന് പറയുന്നത് is a complex network of nerves and cells. nervesന്റെയും cellsന്റെയും ഒരു കോംപ്ലക്സ് നെറ്റ്വർക്ക് ആണ്. അതെന്താ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ എന്താ? ക്യാരി മെസ്സേജസ് ക്യാരി ചെയ്യുന്നു. to and from എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും. from എവിടെ നിന്ന് എങ്ങോട്ടാ? ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ടു വേരിയസ് പാർട്സ് ഓഫ് ബോഡി. ഓക്കെ, ബ്രെയിനിൽ നിന്നും അതുപോലെ തന്നെ സ്പൈനൽ കോഡിൽ നിന്നും മെസ്സേജസിനെ ബോഡിയുടെ വേരിയസ് പാർട്സിലേക്ക് എത്തിക്കുന്നതും അതുപോലെ തന്നെ ബോഡിയുടെ വേരിയസ് പാർട്സിൽ നിന്ന് മെസ്സേജസിനെ ബ്രെയിനിലോട്ടും സ്പൈനൽ കോഡിലോട്ടും എത്തിക്കുന്നതും ആരാണ്? ഈ നെർവസ് സിസ്റ്റം ആണ്. ഓക്കെ, നെർവസ് സിസ്റ്റം ഇസ് എ കോംപ്ലക്സ് നെറ്റ്വർക്ക് ഓഫ് നെർവ്സ് ആൻഡ് സെൽസ്. നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? നെർവ്സും സെൽസും അടങ്ങിയ ഒരു കോംപ്ലക്സ് നെറ്റ്വർക്ക് ആണ്. അതെന്താ ചെയ്യുന്നത്? ക്യാരി മെസ്സേജസ് ക്യാരി ചെയ്യുന്നു. എങ്ങനെയാ? ടു ആൻഡ് ഫ്രം ദി ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ടു വേരിയസ് പാർട്സ് ഓഫ് ബോഡി. ഓക്കെ, ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നും ബോഡിയുടെ ഡിഫറെന്റ് പാർട്ടിലേക്ക് മെസ്സേജസിനെ കൊണ്ടുപോകുന്നതും അതുപോലെ തന്നെ ബോഡിയുടെ ഡിഫറെന്റ് പാർട്സിൽ നിന്നും ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കും മെസ്സേജസിനെ കൊണ്ടെത്തിക്കുന്നതുമാണ് അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ എന്തായാലും PSC നെർവസ് സിസ്റ്റത്തിന്റെ ഡെഫിനിഷൻ ഒന്നും ചോദിക്കത്തില്ല. നിങ്ങൾക്ക് എന്താണ് നെർവസ് സിസ്റ്റം എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഇത് പറയുന്നത്. നെർവസ് സിസ്റ്റം ഈസ് എ കോംപ്ലക്സ് നെറ്റ്വർക്ക് ഓഫ് നെർവ്സ് ആൻഡ് സെൽസ് ദാറ്റ് ക്യാരി മെസ്സേജസ് ടു ആൻഡ് ഫ്രം ദി ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ടു വേരിയസ് പാർട്സ് ഓഫ് ബോഡി. അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് നെർവ്സും സെൽസും അടങ്ങിയ ഒരു നെറ്റ്വർക്ക് ആണ്. അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നും മെസ്സേജസിനെ ബോഡിയുടെ ഡിഫറെന്റ് പാർട്ടിലേക്ക് എത്തിക്കുന്നു. അതുപോലെ തന്നെ ബോഡിയുടെ ഡിഫറെന്റ് പാർട്ടിലുള്ള മെസ്സേജസിനെ ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കും കൊണ്ടെത്തിക്കുന്നത് ആരാണ്? ഈ നെർവസ് സിസ്റ്റം ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലോട്ട് പോവാം. ഓക്കെ, ഇനി നിങ്ങൾ അടുത്ത് കാണാൻ പോകുന്നത് ഒരു നെർവസ് സിസ്റ്റത്തിൻ്റെ പിക്ചറാണ്. നോക്കിക്കേ, ഒരു ഹ്യൂമൻ നെർവസ് സിസ്റ്റത്തിൻ്റെ പിക്ചറാണ് ആ കാണുന്നത്. നിങ്ങളിപ്പോൾ എഴുതിയിരിക്കുന്നതൊന്നും നോക്കണ്ട, ആ നെർവസ് സിസ്റ്റം ഒന്ന് പോയിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, കണ്ടല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹ്യൂമൻ നെർവസ് സിസ്റ്റം. അപ്പോൾ ഈ ഹ്യൂമൻ നെർവസ് സിസ്റ്റത്തിൽ ഇനി നിങ്ങൾ എഴുതിയിരിക്കുന്ന നോക്കിക്കോളൂ. സെൻട്രൽ നെർവസ് സിസ്റ്റം എന്നും പെരിഫറൽ നെർവസ് സിസ്റ്റം എന്നും എന്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഹ്യൂമൻ നെർവസ് സിസ്റ്റത്തിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. എന്തൊക്കെയാണ്? സെൻട്രൽ നെർവസ് സിസ്റ്റം എന്നും അതുപോലെ തന്നെ പെരിഫറൽ നെർവസ് സിസ്റ്റം എന്നും. ഓക്കെ, ഡൗട്ടില്ലല്ലോ. ഹ്യൂമൻ നെർവസ് സിസ്റ്റത്തിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. സെൻട്രൽ നെർവസ് സിസ്റ്റം എന്നും പെരിഫറൽ നെർവസ് സിസ്റ്റം എന്നും. ഇനി ആ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ബ്രെയിനും സ്പൈനൽ കോഡും വരുന്നതാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് ആ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ വരുന്നത് ആരൊക്കെയാണ്? ബ്രെയിനും സ്പൈനൽ കോഡും. ഓക്കെ, അപ്പോൾ ഹ്യൂമൻ നെർവസ് സിസ്റ്റത്തിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, സെൻട്രൽ നെർവസ് സിസ്റ്റം എന്നും പെരിഫറൽ നെർവസ് സിസ്റ്റം എന്നും. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനകത്ത് ആരൊക്കെയാണ് വരുന്നത്? ബ്രെയിനും സ്പൈനൽ കോഡും. അടുത്ത് പെരിഫറൽ നെർവസ് സിസ്റ്റം. പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന് ഇനിയും ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അത് നമ്മളിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് നമ്മളോട് പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിന് ആരൊക്കെ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം, പെരിഫറൽ നെർവസ് സിസ്റ്റത്തിനകത്ത് മെയിൻലി വരുന്നത് നെർവ്സ് ആണ്. ഓക്കെ, നെർവ്സ് ആണ് പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ വരുന്നത്. അപ്പോൾ ഏതൊക്കെ നെർവ്സ് ആണെന്ന് പറഞ്ഞാൽ ക്രാനിയൽ നെർവും സ്പൈനൽ നെർവ്സും വരുന്നതാണ് നമ്മുടെ പെരിഫറൽ നെർവസ് സിസ്റ്റം. ഓക്കെ, ക്രാനിയൽ നെർവും സ്പൈനൽ നെർവ്സും വരുന്നതാണ് പെരിഫറൽ നെർവസ് സിസ്റ്റം. ഓക്കെ, ഡൗട്ടില്ലല്ലോ. അപ്പോൾ ഹ്യൂമൻ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. ഓക്കെ, നിങ്ങൾക്ക് ഈ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ആരൊക്കെയോ മെസ്സേജ് ചെയ്തിരുന്നു, ഒരുപാട് റിപ്പീറ്റ് വരുന്നുണ്ട്, അത് അവോയ്ഡ് ചെയ്യാനായിട്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ഓൾറെഡി അറിയാമായിരിക്കും. അറിഞ്ഞുകൂടാത്ത ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പ്രയോജനകരമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ റിപ്പീറ്റ് ചെയ്യും. എനിക്ക് റിപ്പീറ്റ് ചെയ്യാണ്ട് പഠിപ്പിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നെർവസ് സിസ്റ്റത്തിലോട്ട് പോവുകയാണ്. നെർവസ് സിസ്റ്റം എന്താണ്? നെർവസ് സിസ്റ്റം ഈസ് എ കോംപ്ലക്സ് നെറ്റ്വർക്ക് ഓഫ് നെർവ്സ് ആൻഡ് സെൽസ്. ഓക്കെ, നെർവ്സും സെൽസും അടങ്ങിയ ഒരു കോംപ്ലക്സ് നെറ്റ്വർക്കാണ് നെർവസ് സിസ്റ്റം. അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞു? ക്യാരി മെസ്സേജസ് ടു ആൻഡ് ഫ്രം ദി ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ടു വേരിയസ് പാർട്സ് ഓഫ് ബോഡി. ഓക്കെ,
ഇനി പറഞ്ഞ എന്താ, ഹ്യൂമൻ നെർവസ് സിസ്റ്റത്തിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എന്തൊക്കെയാ? സെൻട്രൽ നെർവസ് സിസ്റ്റം എന്നും പെരിഫറൽ നെർവസ് സിസ്റ്റം എന്നും. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനകത്ത് ആരൊക്കെയാണ് വരുന്നത്? ബ്രെയിനും സ്പൈനൽ കോഡും. പെരിഫറൽ നെർവസ് സിസ്റ്റത്തിനകത്ത് ശരിക്കും നെർവ്സ് ആണ് വരുന്നത്. നെർവ്സ് ഏതൊക്കെ നെർവ്സ് ആണ് വരുന്നതെന്ന് ചോദിച്ചാൽ എന്തൊക്കെയാ? ക്രാനിയൽ നെർവും സ്പൈനൽ നെർവ്സും വരുന്നത് പെരിഫറൽ നെർവസ് സിസ്റ്റത്തിനകത്താണ്. ഓക്കെ, നമുക്കിനി അടുത്തതിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ പഠിച്ചായിരുന്നു നെർവസ് സിസ്റ്റത്തിനകത്ത് നമ്മുടെ ആ ഫിഗറിൽ കണ്ടു സെൻട്രൽ നെർവസ് സിസ്റ്റം എന്നും പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞ് നെർവസ് സിസ്റ്റത്തിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാമെന്ന്. ഈ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനകത്ത് ആരൊക്കെയാണ് വരുന്നത്? സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനകത്ത് ബ്രെയിനും സ്പൈനൽ കോഡുമാണ് വരുന്നതെന്ന് പറഞ്ഞു. ഇനി പെരിഫറൽ നെർവസ് സിസ്റ്റത്തിനകത്താണ് നെർവ്സ് വരുന്നതെന്ന് പറഞ്ഞു. ഈ നെർവ്സ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് ന്യൂറോൺസ് ചേർന്നിട്ടുണ്ടാവുന്നതാണ് നെർവ് എന്ന് പറയുന്നത്. ന്യൂറോൺസിനെ പറ്റി നമ്മളിപ്പോൾ തന്നെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ന്യൂറോൺസ് ടുഗദർ, ഗ്രൂപ്പ് ഓഫ് ന്യൂറോൺസ് ഫോംസ് എ നെർവ്. ന്യൂറോൺസിന്റെ ഒരു കൂട്ടത്തെയാണ് നമ്മൾ നെർവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിനകത്ത് മെയിൻലി ആരൊക്കെയാണ് വരുന്നത്? ക്രാനിയൽ നെർവും അതുപോലെ തന്നെ സ്പൈനൽ നെർവ്സും ആണ് വരുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, ക്രാനിയൽ നെർവ് 12 പെയേഴ്സ് ആണുള്ളത്. സ്പൈനൽ നെർവ്സ് 31 പെയേഴ്സ് ആണ് ഉള്ളത്. ഓക്കെ, ക്രാനിയൽ നെർവ് 12 പെയേഴ്സ് ഓഫ് ക്രാനിയൽ നെർവ്സും സ്പൈനൽ നെർവ്സ് എത്രയാണ്? 31 പെയേഴ്സ് ആണ് വരുന്നത്. അങ്ങനെ നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ ടോട്ടൽ നമ്പർ ഓഫ് നെർവ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12 + 31 എത്രയാ? 43 പെയേഴ്സ്. അപ്പൊ ടോട്ടൽ 43 പെയേഴ്സ് ഓഫ് നെർവ്സ് ആണ് നമ്മുടെ ഹ്യൂമൻ ബോഡിക്കകത്ത് ഉള്ളത്. ഓക്കെ, 43 പെയേഴ്സ് ഓഫ് നെർവ്സ് ആണ് നമ്മുടെ ഹ്യൂമൻ ബോഡിക്കകത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ നെർവസ് സിസ്റ്റത്തിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു, സെൻട്രൽ നെർവസ് സിസ്റ്റം എന്നും പെരിഫറൽ നെർവസ് സിസ്റ്റം എന്നും. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനകത്ത് ബ്രെയിനും സ്പൈനൽ കോഡും ആണ് വരുന്നത്. പെരിഫറൽ നെർവസ് സിസ്റ്റത്തിനകത്ത് നെർവ്സ് വരുന്നു. നെർവ്സിനെ ഏതൊക്കെ നെർവ്സ് ആണെന്ന് വെച്ചാൽ ക്രാനിയൽ നെർവും സ്പൈനൽ നെർവ്സ്. നെർവ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതല്ല. പെരിഫറൽ നെർവസ് സിസ്റ്റത്തിനകത്ത് മെയിൻലി നെർവ്സ് ആണ് വരുന്നത്. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ക്രാനിയൽ നെർവും സ്പൈനൽ നെർവും. ക്രാനിയൽ നെർവ് മൊത്തം 12 പെയേഴ്സ് ആണ് വരുന്നത്. സ്പൈനൽ നെർവ് 31 പെയേഴ്സ് ആണ് വരുന്നത്. അങ്ങനെ ടോട്ടൽ നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ ടോട്ടൽ നമ്പർ ഓഫ് നെർവ്സ് എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 43 പെയേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ നെർവസ് സിസ്റ്റം സെൻട്രൽ എന്നും പെരിഫറൽ എന്നും. സെൻട്രലിനകത്ത് ബ്രെയിനും സ്പൈനൽ കോഡും ആണ് വരുന്നത്. പെരിഫറലിനകത്ത് നെർവ് വരുന്നു. നെർവ് എന്ന് പറയുന്നത് എന്താ? ഗ്രൂപ്പ് ഓഫ് ന്യൂറോൺസ് ഫോംസ് എ നെർവ്. ആൻഡ് ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത് ക്രാനിയൽ നെർവും സ്പൈനൽ നെർവും ആണ്. ക്രാനിയൽ നെർവ് 12 പെയേഴ്സ്, ഇത് മറക്കരുത്. ക്രാനിയൽ നെർവ് എത്ര പെയേഴ്സ് ആണെന്ന് ചോദിച്ചാൽ 12 പെയേഴ്സ്. സ്പൈനൽ നെർവ് 31 പെയേഴ്സ്. അങ്ങനെ ടോട്ടൽ 43 പെയേഴ്സ് ഓഫ് നെർവ്സ് ആണ് ഹ്യൂമൻ ബോഡിയിലുള്ളത്. ഓക്കെ, 43 പെയേഴ്സ് ഓഫ് നെർവ്സ് ആണ് ഹ്യൂമൻ ബോഡിയിൽ ഉള്ളത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കാണുന്ന പിക്ചർ എന്ന് പറയുന്നത് നമ്മുടെ ക്രാനിയൽ നെർവ്സിൻ്റെ ഒരു പിക്ചറാണ് നിങ്ങൾ ഈ കാണുന്നത്. നിങ്ങൾ ഈ കാണുന്നതാണ് ക്രാനിയൽ നെർവ്. ക്രാനിയൽ നെർവ് മൊത്തം എത്ര പെയേഴ്സാണ് ഉണ്ടെന്ന് പറഞ്ഞത്? 12 പെയറാണ് ഉള്ളത്. ഓക്കെ, ക്രാനിയൽ നെർവ് ഏതിനകത്താണ് വരുന്നത്? പെരിഫറൽ നെർവസ് സിസ്റ്റത്തിനകത്താണ് വരുന്നത്. പെരിഫറൽ നെർവസ് സിസ്റ്റത്തിനകത്ത് മെയിൻലി നെർവ്സ് ആണ് വരുന്നതെന്ന് പറഞ്ഞു. അതിനകത്ത് ക്രാനിയൽ നെർവ് എത്ര പെയറാണെന്ന് പറഞ്ഞു? 12 പെയർ. അത് മറക്കരുത്. ക്രാനിയൽ നെർവ് 12 പെയേഴ്സ് ആണ്. ഓക്കെ, അതുപോലെ ഈ പിക്ചറിൽ കാണുന്നതാണ് സ്പൈനൽ നെർവ്സ്. ഓക്കെ, സ്പൈനൽ നെർവ്സ് എത്ര പെയറാണെന്ന് പറഞ്ഞു? സ്പൈനൽ നെർവ്സ് 31 പെയറാണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മുടെ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിനകത്ത് മെയിൻലി വരുന്ന ക്രാനിയൽ നെർവും സ്പൈനൽ നെർവ്സും. ക്രാനിയൽ നെർവ് 12 പെയേഴ്സ്, സ്പൈനൽ നെർവ്സ് എത്രയാണ്? 31 പെയേഴ്സ്. ഈ സ്പൈനൽ നെർവ്സിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സെർവിക്കൽ നെർവ്, തൊറാസിക് നെർവ്, ലുംബാർ നെർവ്സ്, പിന്നെ സാക്രൽ നെർവ്സ്. അങ്ങനെ വീണ്ടും ഈ നമ്മുടെ സ്പൈനൽ നെർവ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ക്രാനിയൽ നെർവ്സ്, തൊറാസിക് നെർവ്സ്, ലുംബാർ നെർവ്സ് ആൻഡ് സാക്രൽ നെർവ്സ് എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്പൈനൽ നെർവ്സിന്. അപ്പോൾ സ്പൈനൽ നെർവ്സ് മൊത്തം എത്രയാണ്? 31 പെയേഴ്സ് ആണ് വരുന്നത്. ഓക്കെ, നെർവ്സിൽ ക്രാനിയൽ നെർവ്സ് 12 പെയേഴ്സും അതുപോലെ സ്പൈനൽ നെർവ്സ് 31 പെയേഴ്സും ആണ് വരുന്നത്. ഓക്കെ, അടുത്ത് നോക്കിയാൽ നമ്മൾ നെർവസ് സിസ്റ്റം എന്താണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് സെൻട്രൽ നെർവസ് സിസ്റ്റത്തെ പറ്റി പറഞ്ഞു. നെർവസ് സിസ്റ്റത്തിനെ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്നും പെരിഫറൽ നെർവസ് സിസ്റ്റം എന്നും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനകത്താണ് ബ്രെയിനും സ്പൈനൽ കോഡും വരുന്നതെന്ന് പറഞ്ഞു. പെരിഫറൽ നെർവസ് സിസ്റ്റത്തിനകത്ത് ക്രാനിയൽ നെർവും സ്പൈനൽ നെർവ്സും വരുന്നെന്ന് പറഞ്ഞു. ഓക്കെ, ക്രാനിയൽ നെർവ്സ് എത്ര പെയറാന്ന് പറഞ്ഞു? 12 പെയേഴ്സ്. സ്പൈനൽ നെർവ്സ് 31 പെയേഴ്സ്. അങ്ങനെ ടോട്ടൽ 43 പെയേഴ്സ് ഓഫ് നെർവ്സ് ഹ്യൂമൻ ബോഡിയിൽ ഉണ്ടെന്ന് പറഞ്ഞു. ഇനി ഈ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഓട്ടോണമസ് നെർവസ് സിസ്റ്റം എന്നും സൊമാറ്റിക് നെർവസ് സിസ്റ്റം എന്നും. ഓക്കെ, പെരിഫറൽ നെർവസ് സിസ്റ്റത്തിനെ ഓട്ടോണമസ് നെർവസ് സിസ്റ്റം എന്നും സൊമാറ്റിക് നെർവസ് സിസ്റ്റം എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചില ബുക്കുകളിൽ കണ്ടിട്ടുണ്ട് നെർവസ് സിസ്റ്റത്തിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. സെൻട്രൽ നെർവസ് സിസ്റ്റം, പെരിഫറൽ നെർവസ് സിസ്റ്റം, ഓട്ടോണമസ് നെർവസ് സിസ്റ്റം. ഓക്കെ, ഇപ്പോൾ ക്ലാസിഫിക്കേഷൻസ് ഇങ്ങനെയാണ് വരുന്നത്. പെരിഫറൽ നെർവസ് സിസ്റ്റത്തിനകത്താണ് ഓട്ടോണമസ് നെർവസ് സിസ്റ്റത്തിനെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പെരിഫറൽ നെർവസ് സിസ്റ്റത്തിനകത്ത് ഓട്ടോണമസ് നെർവസ് സിസ്റ്റവും സൊമാറ്റിക് നെർവസ് സിസ്റ്റവും വരുന്നു.
ഓക്കെ, ഈ ഓട്ടോണമസ് നെർവസ് സിസ്റ്റത്തിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നു സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക്. ഓക്കെ, ഓട്ടോണമസ് നെർവസ് സിസ്റ്റത്തിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നു സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക്. അപ്പൊ നെർവസ് സിസ്റ്റത്തിനെ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്നും പെരിഫറൽ നെർവസ് സിസ്റ്റം എന്നും ക്ലാസിഫൈ ചെയ്യുന്നു. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനകത്ത് ബ്രെയിനും സ്പൈനൽ കോഡും ആണ് വരുന്നത്. പെരിഫറൽ നെർവസ് സിസ്റ്റത്തിനകത്ത് ക്രാനിയൽ നെർവ്സും സ്പൈനൽ നെർവ്സും വരുന്നു. പെരിഫറൽ നെർവസ് സിസ്റ്റത്തിനെ ഓട്ടോണമസ് നെർവസ് സിസ്റ്റം എന്നും സൊമാറ്റിക് നെർവസ് സിസ്റ്റം എന്നും ക്ലാസിഫൈ ചെയ്തു എന്ന് പറഞ്ഞു. ഓക്കെ, ഈ ഓട്ടോണമസ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താ മീഡിയേറ്റ് ഇൻവോളണ്ടറി മൂവ്മെന്റിനെ കൺട്രോൾ ചെയ്യുന്നതാണ് ഓട്ടോണമസ് നെർവസ് സിസ്റ്റം. ഓക്കെ, ഇൻവോളണ്ടറി മൂവ്മെന്റിനെ കൺട്രോൾ ചെയ്യുന്നതാണ് ഓട്ടോണമസ് നെർവസ് സിസ്റ്റം. എന്നാൽ സൊമാറ്റിക് നെർവസ് സിസ്റ്റം എന്താണ് വോളണ്ടറി മൂവ്മെന്റ്സിനെ കൺട്രോൾ ചെയ്യുന്നു, മീഡിയേറ്റ് വോളണ്ടറി മൂവ്മെന്റ്സ്. ഓക്കെ, ഓട്ടോണമസ് ഇൻവോളണ്ടറിയും സൊമാറ്റിക് എന്താണ് വോളണ്ടറി മൂവ്മെന്റ്സിനെ മീഡിയേറ്റ് ചെയ്യുന്നവയാണ്. ഓട്ടോണമസ് നെർവസ് സിസ്റ്റത്തിനെ സിമ്പത്തറ്റിക് എന്നും പാരാസിമ്പത്തറ്റിക് എന്നും ക്ലാസിഫൈ ചെയ്തു എന്ന് പറഞ്ഞു. സിമ്പത്തറ്റിക് എന്ന് പറയുന്നത് ആക്ടിവേറ്റ് ചെയ്യുന്നത് ഡ്യൂറിങ് എമർജൻസി സമയത്ത് ആക്ടിവേറ്റ് ചെയ്യുന്നതാണ് സിമ്പത്തറ്റിക് ടു മൊബിലൈസ് എനർജി. ഓക്കെ, എമർജൻസി സമയത്ത് എനർജി തരാനായിട്ട് ആക്ടിവേറ്റ് ചെയ്യുന്നതാണ് സിമ്പത്തറ്റിക്. പാരാസിമ്പത്തറ്റിക് എന്താ ചെയ്യുന്നത് ആക്ടിവേറ്റഡ് വെൻ ഓർഗാനിസംസ് ആർ ഇൻ റിലീസ്ഡ് സ്റ്റേറ്റ്. ഓർഗാനിസം റിലീസ്ഡ് സ്റ്റേറ്റിലാവുമ്പോഴത്തേക്കും ആക്ടിവേറ്റ് ചെയ്യുന്നതാണ് പാരാസിമ്പത്തറ്റിക്. ഓക്കെ, ഈ പെരിഫറൽ നിങ്ങൾ നന്നായിട്ട് നോക്കുക. പെരിഫറലിനകത്താണ് നെർവ്സ് വരുന്നതെന്ന് പറഞ്ഞു. അതിനകത്ത് ക്രാനിയൽ നെർവ്സും സ്പൈനൽ നെർവ്സും വരുന്നു എന്ന് പറഞ്ഞു. ക്രാനിയൽ നെർവ്സ് 12 പെയർസ് ആണ്, സ്പൈനൽ നെർവ്സ് 31 പെയർസ് ആണെന്ന് പറഞ്ഞു. പെരിഫറൽ നെർവസ് സിസ്റ്റത്തിനെ വീണ്ടും ഓട്ടോണമസ് എന്നും സൊമാറ്റിക് എന്നും പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യുന്നു. സൊമാറ്റിക് മീഡിയേറ്റ് വോളണ്ടറി മൂവ്മെന്റ്സ്, എന്നാൽ ഓട്ടോണമസ് മീഡിയേറ്റ് ഇൻവോളണ്ടറി മൂവ്മെന്റ്സ്. ഈ ഓട്ടോണമസിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നു സിമ്പത്തറ്റിക് എന്നും പാരാസിമ്പത്തറ്റിക് എന്നും. സിമ്പത്തറ്റിക്കിന്റെ പ്രത്യേകത എന്താ? സിമ്പത്തറ്റിക് എപ്പോഴാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്? ഡ്യൂറിങ് എമർജൻസീസ്. ഇത് തിരിച്ച് എമർജൻസി കഴിഞ്ഞ് റിലീസ്ഡ് സ്റ്റേറ്റിലാവുമ്പോൾ ആക്ടിവേറ്റ് ആവുന്നതാണ് പാരാസിമ്പത്തറ്റിക്. ഓക്കെ, സിമ്പത്തറ്റിക് ആക്ടിവേറ്റഡ് ഇൻ ദി കേസ് ഓഫ് എമർജൻസി ടു മൊബിലൈസ് എനർജി ആൻഡ് പാരാസിമ്പത്തറ്റിക് എന്താണ് ആക്ടിവേറ്റഡ് വെൻ ഓർഗാനിസം ആർ ഇൻ റിലീസ്ഡ് സ്റ്റേറ്റ്. ഓർഗാനിസം റിലീസ്ഡ് സ്റ്റേറ്റിലേക്ക് എത്തുമ്പോഴത്തേക്കും ആക്ടിവേറ്റ് ആവുന്നതാണ് പാരാസിമ്പത്തറ്റിക്. Okay, sympathetic activated in the case of emergencies to mobilize energy and parasympathetic activated when organisms are in released state. ഓക്കെ, അപ്പോൾ ഇത് ഈ ഒരു ക്ലാസിഫിക്കേഷൻ നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ. നെർവസ് സിസ്റ്റം സെൻട്രൽ എന്നും പെരിഫറൽ എന്നും. സെൻട്രലിനകത്ത് ബ്രെയിനും സ്പൈനൽ കോഡും, പെരിഫറലിനകത്ത് ക്രാനിയൽ നെർവ്സും സ്പൈനൽ നെർവ്സും വരുന്നു. അതിന് വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നു ഓട്ടോണമസ് എന്നും സൊമാറ്റിക് എന്നും. ഓട്ടോണമസ് എപ്പോഴാണ്? ഇൻവോളണ്ടറി മൂവ്മെന്റ്സിന് മീഡിയേറ്റ് ചെയ്യാനാണ്. സൊമാറ്റിക് എന്ന് പറയുന്നത് മീഡിയേറ്റ് വോളണ്ടറി മൂവ്മെന്റ്സ്. ഓട്ടോണമസിനെ സിമ്പത്തറ്റിക് എന്നും പാരാസിമ്പത്തറ്റിക് എന്നും ക്ലാസിഫൈ ചെയ്യുന്നു. സിമ്പത്തറ്റിക് എപ്പോഴാണ്? ആക്ടിവേറ്റഡ് ഇൻ ദി കേസ് ഓഫ് എമർജൻസീസ് ആൻഡ് പാരാസിമ്പത്തറ്റിക് ആക്ടിവേറ്റഡ് വെൻ ഓർഗാനിസം ആർ ഇൻ റിലീസ്ഡ് സ്റ്റേറ്റ്. ഓക്കെ, നമുക്കിനി നെർവ്സിനെ പറ്റിയാണ് പഠിക്കാനുള്ളത്. ഓക്കെ, അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് പെരിഫറൽ നെർവസ് സിസ്റ്റത്തെ പറ്റിയാണ്. നമുക്കറിയാം പെരിഫറൽ നെർവസ് സിസ്റ്റത്തിനകത്ത് ആരാ വരുന്നത്? നെർവ്സ് വരുന്നു എന്ന് പറഞ്ഞു. നെർവ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രൂപ്പ്സ് ഓഫ് ന്യൂറോൺസ് ഫോംസ് എ നെർവ് എന്ന് പറഞ്ഞു. ഓക്കെ, ഈ നെർവ്സ്, അതായത് പെരിഫറൽ നെർവസ് സിസ്റ്റത്തിനകത്ത് 2 ടൈപ്സ് ഓഫ് നെർവ്സ് വരുന്നു. ക്രാനിയൽ നെർവ്സും സ്പൈനൽ നെർവ്സും. ക്രാനിയൽ നെർവ്സ് 12 പെയർസ് ആണെന്ന് പറഞ്ഞു. സ്പൈനൽ നെർവ്സ് 31 പെയർസ് ആണെന്ന് പറഞ്ഞു. നെർവ്സിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ്? സെൻസറി നെർവ്, മോട്ടോർ നെർവ് ആൻഡ് മിക്സഡ് നെർവ്. നെർവ്സിനെ മെയിൻലി മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. സെൻസറി നെർവ്, മോട്ടോർ നെർവ് ആൻഡ് മിക്സഡ് നെർവ്. സെൻസറി നെർവിന്റെ മറ്റൊരു പേരാണ് അഫറന്റ് നെർവ്. ഓക്കെ, സെൻസറി നെർവിന്റെ മറ്റൊരു പേരാണ് അഫറന്റ് നെർവ്. അഫറന്റ് നെർവ് ഓർ സെൻസറി നെർവിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിറ്റ് ഇൻഫോർമേഷൻ ഫ്രം ബോഡി ടു സെൻട്രൽ നെർവസ് സിസ്റ്റം. ഇൻഫോർമേഷനെ ബോഡിയിൽ നിന്നും സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആളാണ് സെൻസറി നെർവ്സ്. ഓക്കെ, അല്ലെങ്കിൽ സെൻസ് ഓർഗൻസിൽ നിന്നും ഇൻഫോർമേഷനെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആളാണ് ആര്? സെൻസറി നെർവ്സ്. സെൻസറി നെർവ്സിന്റെ മറ്റൊരു പേരാണ് എന്ത്? അഫറന്റ് നെർവ്. ഓക്കെ, അടുത്ത മോട്ടോർ നെർവ്. മോട്ടോർ നെർവിന്റെ മറ്റൊരു പേരാണ് എഫറന്റ് നെർവ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഈ സെൻസറി നെർവിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഫംഗ്ഷൻ ആയിരിക്കും ആർക്കുള്ളത്? മോട്ടോർ നെർവ്സിനുള്ളത്. മോട്ടോർ നെർവിന്റെ മറ്റൊരു പേരാണ് എഫറന്റ് നെർവ്സ്. ഇതിന്റെ ഫംഗ്ഷൻ എന്താ? ട്രാൻസ്മിറ്റ് ഇൻഫോർമേഷൻ ഫ്രം സെൻട്രൽ നെർവസ് സിസ്റ്റം ടു മസിൽസ് ആൻഡ് ഗ്ലാൻഡ്സ്. ഓക്കെ, ഇൻഫോർമേഷനെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്നും മസിൽസിലേക്കും ഗ്ലാൻഡ്സിലേക്കും കൊണ്ടെത്തിക്കുന്നത് ആരാണ്? മോട്ടോർ നെർവ്സ് ആണ്. ഓക്കെ, അപ്പോൾ സെൻസറി നെർവ്സിന്റെ ഫംഗ്ഷൻ എന്താ? ട്രാൻസ്മിറ്റ് ഇൻഫോർമേഷൻ ഫ്രം ബോഡി ടു സെൻട്രൽ നെർവസ് സിസ്റ്റം. സെൻസറി നെർവ്സിന്റെ ഫംഗ്ഷൻ എന്താ? ട്രാൻസ്മിറ്റ് ഇൻഫോർമേഷൻ ഫ്രം ബോഡി ടു സെൻട്രൽ നെർവസ് സിസ്റ്റം. സെൻസറി നെർവ്സിന്റെ മറ്റൊരു പേരാണ് അഫറന്റ് നെർവ്സ്. അടുത്ത് പറയുന്നത് മോട്ടോർ നെർവ്സ്. മോട്ടോർ നെർവ്സിന്റെ മറ്റൊരു പേരാണ് എഫറന്റ് നെർവ്സ്. അതിന്റെ ഫംഗ്ഷൻ എന്താ? ട്രാൻസ്മിറ്റ് ഇൻഫോർമേഷൻ ഫ്രം സെൻട്രൽ നെർവസ് സിസ്റ്റം ടു മസിൽസ് ആൻഡ് ഗ്ലാൻഡ്സ്. ഇനി അടുത്ത് പറയുന്നത് മിക്സഡ് നെർവ്. മിക്സഡ് എന്ന് വെച്ചാൽ എന്താ? മിക്സ് ചെയ്തത്. അപ്പൊ എന്താ? സ്പൈനൽ നെർവ് സെർവ്സ് ബോത്ത് ഫംഗ്ഷൻ. അതായത് സെൻസറി നെർവ്സിന്റെയും മോട്ടോർ നെർവ്സിന്റെയും ഫംഗ്ഷൻസ് ചെയ്യുന്ന സ്പൈനൽ നെർവ്സിനെയാണ് നമ്മൾ മിക്സഡ് നെർവ്സ് എന്ന് പറയുന്നത്. മിക്സഡ് നെർവ്സിന് എക്സാമ്പിൾ ആണ് വാഗസ് നെർവ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിനകത്താണ് നെർവ്സ് വരുന്നത്. നെർവ്സ് സ്പൈനൽ നെർവ്സും
പിന്നെന്താ ക്രാനിയൽ നെർവ്സ് ആണുള്ളത്. സ്പൈനൽ നെർവ്സ് 12 പെയർസ്, ക്രാനിയൽ നെർവ്സ് 31 പെയർസ് എന്ന് പറഞ്ഞു. നെർവ്സിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം: സെൻസറി, മോട്ടോർ ആൻഡ് മിക്സഡ്. സെൻസറിയുടെ മറ്റൊരു പേരാണ് അഫറൻ നെർവ്. അഫറൻ നെർവിന്റെ ഫംഗ്ഷൻ എന്താ? ട്രാൻസ്മിറ്റ് ഇൻഫോർമേഷൻ ഫ്രം ബോഡി ടു സെൻട്രൽ നെർവസ് സിസ്റ്റം. മോട്ടോർ നെർവിന്റെ മറ്റൊരു പേരാണ് എഫറൻ നെർവ്. അതിന്റെ ഫംഗ്ഷൻ എന്താ? ട്രാൻസ്മിറ്റ് ഇൻഫോർമേഷൻ ഫ്രം സെൻട്രൽ നെർവസ് സിസ്റ്റം ടു മസിൽസ് ആൻഡ് ഗ്ലാൻഡ്സ്. മിക്സഡ് നെർവ്സ് എന്ന് വെച്ചാൽ എന്താ? സ്പൈനൽ നെർവ് സെർവ്സ് ബോത്ത് ഫംഗ്ഷൻസ് ഓഫ് സെൻസറി ആൻഡ് മോട്ടോർ നെർവ്സ്. എക്സാമ്പിൾ എന്താ? വാഗസ് നെർവ്. ഓക്കെ, നമ്മൾ പറഞ്ഞു മിക്സഡ് നെർവിന് എക്സാമ്പിൾ ആണ് വാഗസ് നെർവ് എന്ന്. ഓക്കെ, വാഗസ് നെർവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വാഗസ് നെർവിനെയാണ് 10th ക്രാനിയൽ നെർവ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, 10th ക്രാനിയൽ നെർവ് എന്ന് അറിയപ്പെടുന്നു. അതുപോലെ ഇതാണ് ക്രാനിയൽ നെർവ്സിലെ ഏറ്റവും ലോങ്ങസ്റ്റും അതുപോലെ മോസ്റ്റ് കോംപ്ലക്സും ആയിട്ടുള്ള നെർവ് എന്ന് പറയുന്നത് ഈ വാഗസ് നെർവ് ആണ്. ഓക്കെ, വാഗസ് നെർവ് ആണ് 10th ക്രാനിയൽ നെർവ്. ഇറ്റ് ഈസ് ദ ലോങ്ങസ്റ്റ് ആൻഡ് മോസ്റ്റ് കോംപ്ലക്സ് ഓഫ് ക്രാനിയൽ നെർവ്സ് എന്ന് പറയപ്പെടുന്നു. കാരണം നിങ്ങൾ ഈ പിക്ചറിൽ നോക്കുമ്പോൾ ഈ യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്നതാണ് ഈ വാഗസ് നെർവ് എന്ന് പറയുന്നത്. ഇത് ബ്രെയിനിൽ നിന്നും ഫേസിലൂടെ അതുപോലെ തൊറാക്സിലൂടെ അബ്ഡോമിനൻ വരെ എന്ത് ചെയ്തിരിക്കുന്നു? എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ദി വാഗസ് നെർവ് റൺസ് ഫ്രം ബ്രെയിൻ ത്രൂ ഫേസ് ആൻഡ് തൊറാക്സ് ടു അബ്ഡോമിനൻ. ഓക്കെ, അതുകൊണ്ട് തന്നെ ലോങ്ങസ്റ്റ് ആൻഡ് മോസ്റ്റ് കോംപ്ലക്സ് ഓഫ് ക്രാനിയൽ നെർവ്സ് എന്നാണ് ഈ വാഗസ് നെർവിനെ അറിയപ്പെടുന്നത്. ഓക്കെ, 10th ക്രാനിയൽ നെർവാണ് വാഗസ് നെർവ്. ഇതിനെയാണ് ലോങ്ങസ്റ്റ് ആൻഡ് മോസ്റ്റ് കോംപ്ലക്സ് നെർവ് എന്ന് അറിയപ്പെടുന്നത്. ക്രാനിയൽ നെർവിലെ മോസ്റ്റ് കോംപ്ലക്സ് ആൻഡ് ലോങ്ങസ്റ്റ് നെർവാണ്. ബ്രെയിനിലൂടെ തൊറാക്സിലൂടെ അബ്ഡോമിനലിലേക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു. ഓക്കെ, നമ്മൾ അടുത്ത് പഠിക്കേണ്ടത് ന്യൂറോൺസിനെ പറ്റിയാണ്. ന്യൂറോൺസിന്റെ പ്രത്യേകതകൾ എന്താണെന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ന്യൂറോൺസ് എന്ന് പറയുന്നത് ബേസിക് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റത്തിലെ ബേസിക് ഫങ്ഷണൽ യൂണിറ്റ് ആണ് ന്യൂറോൺ എന്ന് പറയുന്നത്. ഓക്കെ, ന്യൂറോൺ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബേസിക് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം. അതാണ് ഫസ്റ്റ് പോയിന്റ്. അടുത്തത് ന്യൂറോൺ ഇസ് എൻ ഇൻഡിവിജ്വൽ സെൽ. ന്യൂറോൺ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻഡിവിജ്വൽ സെല്ലാണ്, ഒരു സെല്ലാണ്. ന്യൂറോൺസ് ചേർന്നിട്ടാണ് നെർവ് ഉണ്ടാവുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ന്യൂറോൺ ഒരു ഇൻഡിവിജ്വൽ സെല്ലാണ്. അതുപോലെ തന്നെ ലോങ്ങസ്റ്റ് സെൽ ആണ് എന്തെന്ന് പറയുന്നത് ന്യൂറോൺ. ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും നീളമുള്ള ലോങ്ങസ്റ്റ് സെൽ ആണ് ആര്? ന്യൂറോൺ. ഓക്കെ, അപ്പൊ ഇൻഡിവിജ്വൽ സെല്ലാണ്. ഇറ്റ് ഈസ് ദി ലോങ്ങസ്റ്റ് സെൽ ഓഫ് ഹ്യൂമൻ ബോഡി. ഇനി ന്യൂറോണിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കണ്ടക്ട് നെർവ് ഇമ്പൾസസ്. നെർവ് ഇമ്പൾസ് കണ്ടക്ട് ചെയ്യുക എന്നതാണ് ന്യൂറോണിന്റെ ബേസിക് ഫംഗ്ഷൻ ഇൻ ദി ഫോം ഓഫ് ഇലക്ട്രിക് സിഗ്നൽസ്. ഇലക്ട്രിക് സിഗ്നൽസ് ആയിട്ട് നെർവ് ഇമ്പൾസിനെ കണ്ടക്ട് ചെയ്യുന്ന ആളാണ് ആര്? ന്യൂറോൺസ് എന്ന് പറയുന്നത്. അപ്പൊ ന്യൂറോൺസ് കണ്ടക്ട് നെർവ് ഇമ്പൾസ് ഇൻ ദി ഫോം ഓഫ് ഇലക്ട്രിക് സിഗ്നൽസ്. ഓക്കെ, അപ്പൊ ബേസിക് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം. ഇറ്റ് ഈസ് എൻ ഇൻഡിവിജ്വൽ സെൽ ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ദി ലോങ്ങസ്റ്റ് സെൽ ഇൻ ഹ്യൂമൻ ബോഡി. പിന്നെ എന്താ പറഞ്ഞത്? കണ്ടക്ട് നെർവ് ഇമ്പൾസ് ഇൻ ദി ഫോം ഓഫ് ഇലക്ട്രിക് സിഗ്നൽസ്. ഇലക്ട്രിക് സിഗ്നൽസ് ആയിട്ട് നെർവ് ഇമ്പൾസിനെ കണ്ടക്ട് ചെയ്യുന്ന ആളാണ് ന്യൂറോൺ. ഇനി ഇത് എവിടെയൊക്കെയാണ് കാണുന്നതെന്ന് വെച്ചാൽ ബ്രെയിനില്, സ്പൈനൽ കോഡിൽ, അതുപോലെ തന്നെ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ ഒക്കെയാണ് ഇത് കാണുന്നത്. ഇറ്റ് ഈസ് സീൻ ഇൻ ബ്രെയിൻ, സ്പൈനൽ കോഡ് ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം. ഓക്കെ, 3 ടൈപ്സ് ഓഫ് ന്യൂറോൺസ് ആണുള്ളത്. ഏതൊക്കെയാ? സെൻസറി, മോട്ടോർ ആൻഡ് ഇന്റർ ന്യൂറോൺ. സെൻസറി ന്യൂറോൺ, മോട്ടോർ ന്യൂറോൺ ആൻഡ് ഇന്റർ ന്യൂറോൺ. അങ്ങനെ 3 ടൈപ്സ് ഓഫ് ന്യൂറോൺസ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ബേസിക് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം. ഇറ്റ്സ് എൻ ഇൻഡിവിജ്വൽ സെൽ ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ദി ലോങ്ങസ്റ്റ് സെൽ ഇൻ ഹ്യൂമൻ ബോഡി. It's conduct nerve impulse in the form of electric signals. Electric signals ആയിട്ട് nerve impulse-നെ കണ്ടക്ട് ചെയ്യുന്ന ആളാണ് ആര്? ന്യൂറോൺ. ന്യൂറോൺസ് എവിടെയൊക്കെയാണ് കാണുന്നത്? ബ്രെയിൻ, സ്പൈനൽ കോഡ് ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം. ബ്രെയിനിലും സ്പൈനൽ കോഡിലും അതുപോലെ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലും ഇത് കാണപ്പെടുന്നു. 3 ടൈപ്സ് ആണുള്ളത്: സെൻസറി ന്യൂറോൺ, മോട്ടോർ ന്യൂറോൺ ആൻഡ് ഇന്റർ ന്യൂറോൺ. സെൻസറി ന്യൂറോണിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ സെൻസറി നെർവ്സ് പറഞ്ഞതുപോലെ തന്നെ സെൻസറി ഇമ്പൾസസിനെ ഇലക്ട്രിക് ഇമ്പൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കും കൊണ്ടെത്തിക്കുന്ന ആളാണ് സെൻസറി ന്യൂറോൺ. ഓക്കെ, സെൻസറി ഇമ്പൾസസിനെ അത് ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്യും. നേരത്തെ നമ്മൾ പറഞ്ഞു നെർവ് ഇമ്പൾസസ് ഇൻ ദി ഫോം ഓഫ് ഇലക്ട്രിക് സിഗ്നൽസ് എന്ന്. ഇപ്പൊ സെൻസറി ഇമ്പൾസസിനെ ഇത് ഇലക്ട്രിക് സിഗ്നൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കും കൊണ്ടെത്തിക്കുന്നു. അതാണ് സെൻസറി ന്യൂറോണിന്റെ ഫംഗ്ഷൻ. അടുത്ത മോട്ടോർ ന്യൂറോൺ എന്ന് പറയുന്നത് തിരിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നുമുള്ള സിഗ്നൽസിനെ റിസീവ് ചെയ്യുന്ന ആളാണ് മോട്ടോർ ന്യൂറോൺ. റിസീവ് ഇമ്പൾസസ് ഫ്രം ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ഓക്കെ, അടുത്ത ഇന്റർ ന്യൂറോൺ. ഇന്റർ ന്യൂറോൺ എന്ന് പറയുന്നത് ഒരു ന്യൂറോണിനെ മറ്റു ന്യൂറോണുമായിട്ട് കണക്ട് ചെയ്യുന്ന ന്യൂറോണുകളാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇന്റർ ന്യൂറോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇന്റർ ന്യൂറോൺ കണക്ട് വൺ ന്യൂറോൺ വിത്ത് അതർ. ഇന്റർ ന്യൂറോൺ ഒരു ന്യൂറോണിനെ മറ്റു ന്യൂറോൺസുമായിട്ട് എന്ത് ചെയ്യുന്നു? കണക്ട് ചെയ്യുന്നു. ഓക്കെ, ഇപ്പൊ സെൻസറി ന്യൂറോൺ, മോട്ടോർ ന്യൂറോൺ, ഇന്റർ ന്യൂറോൺ ഇത് മൂന്നും മനസ്സിലായല്ലോ. സെൻസറി ന്യൂറോൺ എന്ത് ചെയ്യുന്നു? സെൻസറി ഇമ്പൾസസിനെ ഇലക്ട്രിക് സിഗ്നൽസ് ആക്കി മാറ്റിയിട്ട് ബ്രെയിനിലേക്കും സ്പൈനൽ കോഡ്സിലേക്കും കൊണ്ട് എത്തിക്കുന്നു. മോട്ടോർ ന്യൂറോൺ എന്ത് ചെയ്യുന്നു? ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നും ഇമ്പൾസസിനെ റിസീവ് ചെയ്യുന്നു. ഇന്റർ ന്യൂറോൺ എന്ന് പറയുന്ന ഒരു ന്യൂറോണിനെ മറ്റൊരു ന്യൂറോണുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഓക്കെ, അതാണ് ഇന്റർ ന്യൂറോണിന്റെ ഫംഗ്ഷൻ.
അപ്പോൾ ഇത്രയാണ് നമുക്ക് ന്യൂറോണിനെ പറ്റി പഠിക്കാനുള്ളത്. ബേസിക് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റത്തിന്റെ ബേസിക് ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂറോൺ ആണ്. ന്യൂറോൺ ഒരു ഇൻഡിവിജ്വൽ സെല്ലാണ്. അതുപോലെ ഇറ്റ് ഈസ് ദി ലോങ്സ്റ്റ് സെൽ ഇൻ ഹ്യൂമൻ ബോഡി എന്ന് പറഞ്ഞു. പിന്നെ എന്താ, കണ്ടക്ട് നെർവ് ഇമ്പൾസ് ഇൻ ദി ഫോം ഓഫ് ഇലക്ട്രിക് സിഗ്നൽസ്. ഇലക്ട്രിക് സിഗ്നൽസ് ആയിട്ട് നെർവ് ഇമ്പൾസിനെ കണ്ടക്ട് ചെയ്യുന്ന ആളാണ് ന്യൂറോൺസ്. ദെൻ ഇത് എവിടെയൊക്കെ കാണുന്നു? ബ്രെയിനില്, സ്പൈനൽ കോഡില്, അതുപോലെ തന്നെ പെരിഫറൽ നെർവസ് സിസ്റ്റത്തില്. 3 types ഓഫ് ന്യൂറോൺസ് ആണുള്ളത്. സെൻസറി, മോട്ടോർ ആൻഡ് ഇന്റർ ന്യൂറോൺ. 3 types ഓഫ് ന്യൂറോൺസ് ഏതൊക്കെയാണ്? സെൻസറി, മോട്ടോർ ആൻഡ് ഇന്റർ ന്യൂറോൺ. ഓക്കെ, മനസ്സിലായല്ലോ. ബേസിക് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റത്തിന്റെ ബേസിക് ഫങ്ഷണൽ യൂണിറ്റ് ആണ്. ഇൻഡിവിജ്വൽ സെല്ലാണെന്ന് പറഞ്ഞു ന്യൂറോൺ. അതുപോലെ ഇത് ലോങ്സ്റ്റ് സെൽ ഇൻ ഹ്യൂമൻ ബോഡി. ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും നീളം കൂടിയ സെല്ലാണ് ന്യൂറോൺ എന്ന് പറയുന്നത്. കണ്ടക്ട് നെർവ് ഇമ്പൾസ് ഇൻ ഫോം ഓഫ് ഇലക്ട്രിക് സിഗ്നൽ. ഇലക്ട്രിക് സിഗ്നൽസ് ആയിട്ട് നെർവ് ഇമ്പൾസിനെ കണ്ടക്ട് ചെയ്യുന്ന ആളാണ് ന്യൂറോൺ. ഇത് എവിടെയൊക്കെ കാണുന്നു? ബ്രെയിൻ, സ്പൈനൽ കോഡ് ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം. 3 types ആണ്: സെൻസറി, മോട്ടോർ ആൻഡ് ഇന്റർ ന്യൂറോൺ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് ന്യൂറോണിന്റെ സ്ട്രക്ചറിനെ പറ്റിയാണ്. അപ്പോൾ നമ്മളിനി അടുത്ത് പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഒരു ന്യൂറോണിൻ്റെ സ്ട്രക്ചറിനെ പറ്റിയാണ്. അപ്പോൾ ആ ന്യൂറോണിൽ എന്തൊക്കെയാണ് പാർട്സ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ന്യൂറോണിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ഡെൻഡ്രൈറ്റ്സ് ഉണ്ട്. ഡെൻഡ്രൈറ്റ്സ് എന്ന് പറയുന്നത് ഡെൻഡ്രോൺസിൻ്റെ ആ ടിപ്പ് പോർഷനെയാണ് ഡെൻഡ്രൈറ്റ്സ് എന്ന് പറയുന്നത്. ശരിക്കും ആ ബ്രാഞ്ചസിനെ ഡെൻഡ്രോൺസ് എന്നാണ് പറയുന്നത്. അതിൻ്റെ ടിപ്പ് പോർഷനെയാണ് ഡെൻഡ്രൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡെൻഡ്രോൺ ഉണ്ട്. പിന്നെ എന്താ, ഒരു സെൽ ബോഡി ഉണ്ട്. ആ സെൽ ബോഡിയിൽ എന്തുണ്ട്? ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ഓക്കെ, കാണുന്നുണ്ടല്ലോ. ഡെൻഡ്രൈറ്റ്സ് ഉണ്ട്, സെൽ ബോഡി ഉണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്. പിന്നെ എന്താ ഉള്ളത്? ആക്സോണുകളുണ്ട്. ആക്സോണിനെ കവർ ചെയ്തുകൊണ്ട് മൈലിൻ ഷീറ്റ്സ് ഉണ്ട്. ഓക്കെ, ഈ മൈലിൻ ഷീത്ത്, 2 മൈലിൻ ഷീത്തിൻ്റെ ഇടയ്ക്കുള്ള പോർഷനാണ് നോഡ് ഓഫ് റാൻവിയർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ എന്താ കാണുന്നത്? ഷ്വാൻ സെൽസ്. ഷ്വാൻ സെൽസ് ആണ് മൈലിൻ ഷീത്ത് ഉണ്ടാവാനായിട്ട് സഹായിക്കുന്നത്. ഷ്വാൻ സെൽസ് ആർ സെൽസ് ഇൻ പെരിഫറൽ നെർവസ് സിസ്റ്റം ദാറ്റ് ഫോംസ് ദി മൈലിൻ ഷീത്ത് അറൗണ്ട് എ ന്യൂറോൺസ് ആക്സോൺ. ന്യൂറോണിൻ്റെ ആക്സോണിന് ചുറ്റും മൈലിൻ ഷീത്ത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന സെൽസ് ആണ് ഈ ഷ്വാൻ സെൽസ് എന്ന് പറയുന്നത്. പിന്നെ എന്താ ഉള്ളത്? ആക്സോൺസ് ഉണ്ട്. ആക്സോണിൻ്റെ ടിപ്പ് പോർഷനെ നമ്മൾ പറയുന്നു ആക്സോണേറ്റ് ഓർ ആക്സോൺ ടെർമിനൽസ് എന്ന് പറയുന്നു. ഓക്കെ, ആക്സോണിൻ്റെ ടിപ്പ് പോർഷനാണ് ആക്സോണൈറ്റ് എന്ന് പറയുന്നത്, ഓർ ആക്സോൺ ടെർമിനൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് എന്താ നമ്മുടെ ന്യൂറോണിൻ്റെ സ്ട്രക്ചറിൽ വരുന്നത്. എന്തൊക്കെയാണ് ഉള്ളത്? ഡെൻഡ്രോൺസിൻ്റെ ടിപ്പ് പോർഷനെ ഡെൻഡ്രൈറ്റ്സ് എന്ന് പറയുന്നു. പിന്നെ ഒരു സെൽ ബോഡി ഉണ്ട്. പിന്നെ അതിൻ്റെ നടുക്കൊരു ന്യൂക്ലിയസ് ഉണ്ടാവും. പിന്നെ ആക്സോൺസ് ഉണ്ട്. ആക്സോൺസിനെ കവർ ചെയ്തുകൊണ്ട് മൈലിൻ ഷീത്ത് ഉണ്ട്. മൈലിൻ ഷീറ്റ് ഉണ്ടാവാനായിട്ട് സഹായിക്കുന്ന ഷ്വാൻ സെൽ ഉണ്ട്. 2 അഡ്ജസൻറ്റ് മൈലിൻ ഷീറ്റിൻ്റെ ഇടയ്ക്കുള്ള പോർഷനെ നോഡ് ഓഫ് റാൻവിയർ എന്ന് പറയുന്നു. പിന്നെ എന്താ ഉള്ളത്? ആക്സോണിൻ്റെ ടിപ്പ് പോർഷനായ ആക്സോൺ ടെർമിനൽസ്. ഓക്കെ, ഇതാണ് ഒരു ന്യൂറോണിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി ഇതിന് ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്. ആദ്യം നമ്മൾ ഡെൻഡ്രൈറ്റ്സ് ആണ് കാണുന്നത്. നോക്കിയാൽ ഡെൻഡ്രൈറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ന്യൂറോൺ വിച്ച് റിസീവ് നെർവ് ഇമ്പൾസസ്. ഓക്കെ, നെർവ് ഇമ്പൾസസിനെ റിസീവ് ചെയ്യുന്ന ഭാഗമാണ് ഡെൻഡ്രൈറ്റ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ആ പിക്ചർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ? നെർവ് ഇമ്പൾസിനെ റിസീവ് ചെയ്യുന്ന പോർഷനാണ് ആര്? ഡെൻഡ്രൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഡെൻഡ്രൈറ്റ്സ് ആർ ദി പാർട്സ് ഓഫ് ന്യൂറോൺ വിച്ച് റിസീവ് നെർവ് ഇമ്പൾസ്. നെർവ് ഇമ്പൾസിനെ റിസീവ് ചെയ്യുന്ന പോർഷനാണ് ഡെൻഡ്രൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഡെൻഡ്രൈറ്റ്സ് റിസീവ് ചെയ്ത ഇമ്പൾസ് ഏത് വഴിയാണ് കടന്നു പോകുന്നത്? ആക്സോൺ വഴി കടന്നു പോകുന്നു. ഓക്കെ, ഡെൻഡ്രൈറ്റ്സ് റിസീവ് ചെയ്ത നെർവ് ഇമ്പൾസ് ഏത് വഴി കടന്നു പോകുന്നു? ആക്സോൺ വഴി കടന്നു പോകുന്നു. ഓക്കെ, അപ്പോൾ ആക്സോണിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ആക്സോൺ എന്ന് പറയുന്നത് പാർട്ട് ഓഫ് ന്യൂറോൺ വിച്ച് ക്യാരി ഇമ്പൾസസ്. ഇമ്പൾസ് ക്യാരി ചെയ്യുന്ന ന്യൂറോണിൻ്റെ പാർട്ടിനെയാണ് എന്തെന്ന് പറയുന്നത്? ആക്സോൺ എന്ന് പറയുന്നത്. ഓക്കെ, പാർട്ട് ഓഫ് ന്യൂറോൺ വിച്ച് ക്യാരി നെർവ് ഇമ്പൾസസ്. നെർവ് ഇമ്പൾസിനെ ക്യാരി ചെയ്തുകൊണ്ട് പോകുന്ന ഭാഗമാണ് ആര്? ആക്സോൺ. അപ്പോൾ 2 പേരെ നമ്മൾ പഠിച്ചു. ഡെൻഡ്രൈറ്റ്സും പഠിച്ചു, ആക്സോണും പഠിച്ചു. ഓക്കെ, ആദ്യം കാണുന്ന പോർഷനാണ് ഡെൻഡ്രൈറ്റ്സ്. ഡെൻഡ്രൈറ്റ്സിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് റിസീവ്സ് നെർവ് ഇമ്പൾസ്. നെർവ് ഇമ്പൾസിനെ റിസീവ് ചെയ്യുന്ന ആളാണ് ആര്? ഡെൻഡ്രൈറ്റ്സ്. ഡെൻഡ്രൈറ്റ്സ് വിച്ച് ക്യാരി നെർവ് ഇമ്പൾസ്. ആ നെർവ് ഇമ്പൾസിനെ കൊണ്ടുപോകുന്ന ഭാഗമാണ് ആര്? ആക്സോൺ. ഓക്കെ, അടുത്ത് കാണുന്ന നമ്മൾ എന്താ? ആക്സോൺ. അപ്പോൾ ആ വരുന്ന നെർവ് ഇമ്പൾസ്, റിസീവ് ചെയ്ത നെർവ് ഇമ്പൾസിനെ ക്യാരി ചെയ്തുകൊണ്ട് പോകുന്ന ആളാണ് ആര്? ആക്സോൺ. അപ്പോൾ ആക്സോണിൻ്റെ ഫംഗ്ഷൻ എന്താ? ആക്സോൺ ഇസ് എ പാർട്ട് ഓഫ് ന്യൂറോൺ വിച്ച് ക്യാരി നെർവ് ഇമ്പൾസസ്. അപ്പോൾ ആക്സോണിനെ കവർ ചെയ്തുകൊണ്ട് എന്താ ഉള്ളത്? ഒരു മൈലിൻ ഷീത്ത് ഉണ്ട്. അപ്പോൾ പ്രൊട്ടക്റ്റീവ് ഷീറ്റ് ഓഫ് ആക്സോൺ. ആക്സോണിനെ കവർ ചെയ്തുകൊണ്ടുള്ള പ്രൊട്ടക്റ്റീവ് ഷീത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത്. മൈലിൻ ഷീത്തിൻ്റെ കളർ ചോദിച്ചു കണ്ടിട്ടുണ്ട്. മൈലിൻ ഷീത്തിൻ്റെ കളർ എന്ന് പറയുന്നത് വൈറ്റ് ആണ്. ഓക്കെ, മൈലിൻ ഷീത്തിൻ്റെ കളർ എന്താ? വൈറ്റ് ആണ്. ഓക്കെ, പ്രൊട്ടക്റ്റീവ് കവറിങ് ഓഫ് ആക്സോൺ ആണ് മൈലിൻ ഷീത്ത്. കളർ ഓഫ് മൈലിൻ ഷീത്ത് ഈസ് വൈറ്റ്. മൈലിൻ ഷീത്തിൻ്റെ കളർ എന്തുവാ? വൈറ്റ്. നോഡ് ഓഫ് റാൻവിയർ. നോഡ് ഓഫ് റാൻവിയർ എന്താ ഞാൻ പറഞ്ഞു? 2 അഡ്ജസൻറ്റ് മൈലിൻ ഷീറ്റിന് ഇടയ്ക്കുള്ള ഗ്യാപ്പിനെയാണ് നോഡ് ഓഫ് റാൻവിയർ എന്ന് പറയുന്നത്. മൈലിൻ ഷീറ്റിൻ്റെ കളർ എന്താ? വൈറ്റ് കളറാണെന്ന് പറഞ്ഞു, അത് മറക്കരുത്. മൈലിൻ ഷീറ്റിൻ്റെ കളർ വൈറ്റ് ആണ്. പിന്നെ ഷ്വാൻ സെൽസ് പറഞ്ഞു. ഷ്വാൻ സെൽസ് ആണ് മൈലിൻ ഷീത്ത് ഉണ്ടാവാനായിട്ട് സഹായിക്കുന്ന, ആക്സോണിനെ കവർ ചെയ്യുന്ന മൈലിൻ ഷീത്ത് ഉണ്ടാവാൻ സഹായിക്കുന്ന സെൽസ് ആണ് ഷ്വാൻ സെൽസ് എന്ന് പറഞ്ഞു.
ഇനി ആ ഇമ്പൾസ് എന്ത് ചെയ്യുന്നു, ആക്സോൺ ടെർമിനലിൽ എത്തിയിട്ട് അടുത്ത ന്യൂറോണിലേക്ക് പോകുന്നു. ഓക്കെ, നമ്മളിനി അടുത്ത് കാണാൻ പോകുന്ന പിക്ചർ എന്ന് പറയുന്നത് ഈ നെർവ് ഇമ്പൾസ് ആക്സോണിൽ നിന്ന് അടുത്ത ന്യൂറോണിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പിക്ചറാണ് നമ്മളിനി അടുത്ത് കാണാൻ പോകുന്നത്. അത് നോക്കിക്കേ. അപ്പോൾ ഇമ്പൾസ് വന്നു, ഡെൻഡ്രൈറ്റിനകത്തേക്ക് കയറി ആക്സോൺ വഴി എന്ത് ചെയ്യുന്നു, അപ്പോൾ അടുത്ത ന്യൂറോൺ ഇങ്ങനെ നെറ്റ്വർക്കായിട്ട് കണക്ട് ചെയ്തിരിപ്പുണ്ട്. അപ്പോൾ ഈ രണ്ട് ന്യൂറോണിൻ്റെ ഇടയ്ക്ക് ഒരു ഭാഗം കാണിച്ചിട്ടുണ്ട്, അതാണ് എന്ത്, സിനാപ്സ്. ഓക്കെ, സിനാപ്സ് എന്ന് പറയുന്നത് രണ്ട് ന്യൂറോൺസിൻ്റെയും ഇടയ്ക്കുള്ളൊരു പോർഷനാണ്. ആക്സോൺ പാസസ് ആൻ ഇമ്പൾസ് ഇൻറ്റു അനദർ ന്യൂറോൺ ത്രൂ എ ജംഗ്ഷൻ കോൾഡ് സിനാപ്സ്. ആക്സോണ് ഇമ്പൾസിനെ അടുത്ത ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റിലേക്ക് പാസ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാകുന്നു. ആ ഗ്യാപ്പിനെയാണ് എന്തെന്ന് പറയുന്നത്, സിനാപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആക്സോണ് എന്ത് ചെയ്യുന്നു, ക്യാരി ചെയ്ത് വരുന്ന, അതായത് ഡെൻഡ്രൈറ്റ് റിസീവ് ചെയ്ത ഇമ്പൾസ് ആക്സോൺ ക്യാരി ചെയ്ത് പോയി ആക്സോണിൻ്റെ ടെർമിനലിലെത്തി. അതുവരെ നമ്മൾ പഠിച്ചു. ഈ ആക്സോൺ ടെർമിനലിൽ നിന്ന് അടുത്ത ന്യൂറോണിലേക്ക് പോകണം. അടുത്ത ന്യൂറോണിൻ്റെ ആരായിരിക്കും റിസീവ് ചെയ്യാൻ നിൽക്കുന്നത്, ഡെൻഡ്രൈറ്റ്സ് ആയിരിക്കും. അപ്പോൾ ഈ ഡെൻഡ്രൈറ്റ്സിലോട്ട് പോകുന്ന ഇടയ്ക്ക് വരുന്ന ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, രണ്ടിൻ്റെയും ഇടയ്ക്ക്, രണ്ട് ന്യൂറോൺസിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വരുന്നു. ആ ഗ്യാപ്പിനെ പറയുന്ന പേരാണ് എന്ത്, സിനാപ്സ് എന്ന് പറയുന്നത്. സിനാപ്സ് വഴിയാണ്, സിനാപ്സിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, അടുത്ത ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റിലേക്ക് ഈ ഇമ്പൾസ് കയറുന്നത്. ഓക്കെ, അപ്പോൾ സിനാപ്സ് എന്ന് പറയുന്നത് എന്താ, സിനാപ്സ് ഈസ് എ ആക്സോൺ പാസസ് ആൻ ഇമ്പൾസ് ഇൻറ്റു അനദർ ന്യൂറോൺ ത്രൂ എ ജംഗ്ഷൻ. ഒരു ജംഗ്ഷനാണ്, ആ ജംഗ്ഷനിലൂടെയാണ് ഒരു ന്യൂറോണിൻ്റെ ആക്സോണൈറ്റിൽ നിന്നും അടുത്ത ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റിലേക്ക് ഇമ്പൾസസ് പോകുന്നത്. ഓക്കെ, ഒരു ന്യൂറോണിൻ്റെ ആക്സോണൈറ്റിൽ നിന്നും അടുത്ത ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റിലേക്ക് ഇമ്പൾസസ് പോകുന്ന ആ ഒരു ഗ്യാപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സിനാപ്സ് എന്ന് പറയുന്നത്. ഈ സിനാപ്സിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട്. ഈ സിനാപ്സിൽ ഒരു കെമിക്കലുണ്ട്, ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട്. ആ കെമിക്കലാണ് ഈ നെർവ് ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. ആ കെമിക്കൽ ട്രാൻസ്മിറ്ററിൻ്റെ പേരാണ് അസറ്റൈൽ കൊളൈൻ. ഓക്കെ, അസറ്റൈൽ കൊളൈൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ, ഒരു കെമിക്കൽ എവിടെയുണ്ട്, നമ്മുടെ ഈ സിനാപ്സിലുണ്ട്. അതിൻ്റെ പേരും കൂടി അറിഞ്ഞു വയ്ക്കുക. അതിൻ്റെ പേരാണ് എന്താ, അസറ്റൈൽ കൊളൈൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ന്യൂറോൺസിനെ പറ്റി നമ്മൾ അറിയേണ്ട കാര്യം. അപ്പോൾ എന്താ, ന്യൂറോൺസിനെ പറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂറോൺസിൻ്റെ ഇമ്പോർട്ടൻറ്റ് പാർട്സ് നമ്മൾ പറഞ്ഞു. ഡെൻഡ്രൈറ്റ്സ് ആണ് ഇമ്പൾസിനെ റിസീവ് ചെയ്യുന്നത്. ഡെൻഡ്രൈറ്റ്സ് റിസീവ് ചെയ്യുന്ന ഇമ്പൾസിനെ ക്യാരി ചെയ്ത് പോകുന്ന ആളാണ് ആക്സോൺ. ആക്സോണിനെ കവർ ചെയ്ത് വൈറ്റ് കളറിൽ മൈലിൻ ഷീത്ത് ഉണ്ട്. രണ്ട് മൈലിൻ ഷീത്തിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പിനെ നോഡ് ഓഫ് റാൻവിയർ എന്ന് പറയുന്നു. ഒരു ആക്സോണൈറ്റിൻ്റെ ടിപ്പിൽ നിന്നും അടുത്ത ഡെൻഡ്രൈറ്റിലേക്ക് ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആ ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ രണ്ട് ന്യൂറോൺസിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിനെ നമ്മൾ സിനാപ്സ് എന്ന് പറയുന്നു. സിനാപ്സിൽ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട്, അതിൻ്റെ പേരാണ് അസറ്റൈൽ കൊളൈൻ. അല്ലേ, സിനാപ്സിൽ ഒരു കെമിക്കലുണ്ട്, അതിൻ്റെ പേരാണ് എന്താ, അസറ്റൈൽ കൊളൈൻ. ആ കെമിക്കലാണ് എന്ത് ചെയ്യുന്നത്, സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. കെമിക്കൽ വിച്ച് ഹെൽപ്സ് ഇൻ ട്രാൻസ്മിഷൻ ഓഫ് നെർവ് ഇമ്പൾസ്, അതാണ് എന്താ, അസറ്റൈൽ കൊളൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ശരിക്കും വരുന്നത് ബ്രെയിനും സ്പൈനൽ കോഡും ആണ്. അപ്പോൾ ബ്രെയിനിനെ പറ്റിയിട്ട് ഞാൻ ഒരു ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ബയോളജി ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്തപ്പോൾ അതിൽ ബ്രെയിനിനെ പറ്റിയിട്ട് ഒരു ഡിസ്ക്രിപ്ഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഇതിൽ ഇട്ടേക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം. അപ്പോൾ അത് നിങ്ങൾ നോക്കുക. ബ്രെയിനിനെ പറ്റി ഫുൾ ആ ക്ലാസ്സിൽ ഞാൻ പറയുന്നുണ്ട്. പിന്നെ നമുക്ക് ഇനി പഠിക്കേണ്ടത് എന്താ, സ്പൈനൽ കോഡാണ്. അപ്പോൾ സ്പൈനൽ കോഡിനെ പറ്റി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ടാറ്റാ, ബൈ ബൈ.